നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ എല്ലാവർക്കും ഭയങ്കര ടഫ്. അതൊരു ഈസി വേ മേരി ആൻറ്റി പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. നമുക്ക് ഈ ഫസ്റ്റ് ഡിജിറ്റ് ആദ്യം എടുക്കാം. ഓക്കെ, 1 into 3 എത്രയാ? 1 into 3 വെരി ഗുഡ്. ആ 3 നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എഴുതാം. എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാം, ആരും അറിയാതെ ഞാനും എൻ്റെ മ്യൂസിക്കും ഇവിടെ ഇങ്ങനെ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറഞ്ഞ് തീർന്നു പോകുന്നു. ഓ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ആൽവിൻ? ലൈഫിൽ മ്യൂസിക് ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഇവന് പറ്റില്ലല്ലോ. യേശുദാസ് ആണെന്നാ വിചാരം. യേശുദാസ് അല്ല, AR റഹ്മാൻ. ഓ, ഈ മോന്ത കണ്ട അതും പറയും. എന്റെ മോന്ത കണ്ട അച്ഛന്റെ മോന്ത തന്നെയാണെന്ന് നാട്ടിൽ പൊതുവേര് പറച്ചിലുണ്ട്. പിറക്കാതെ പോയതാണോ അതോ ഇനി അബദ്ധത്തിൽ പിറന്നാണോ എന്ന് ആർക്കറിയാം. അതാ ഞാൻ ഈ താടി വെച്ചോണ്ട് നടക്കണേ. അങ്ങനെയൊന്നും പറയില്ലടാ, പിന്നെ എനിക്ക് തന്നെ സംശയവും. നീ അങ്ങനെ വല്ലതും കേട്ടോ മേരി? ഞാൻ നാട്ടുകാർ പറയണത് കെയർ ചെയ്യാറില്ല. വെരി ഗുഡ്. അത് പോട്ടെ, പിള്ളേരുടെ പഠിത്തത്തിൽ വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ മേരി? സ്കൂളിലെ ടീച്ചർമാർക്ക് പരാതി മാത്രമേ ഇവരെ പറ്റിയുള്ളൂ. പ്രശ്നം നമ്മുടെ കുട്ടികൾക്കല്ല ചോ, ടീച്ചർമാർക്കാ. ഒരു സബ്ജക്റ്റ് ഒരു കുട്ടി ഇഷ്ടപ്പെടണമെങ്കിൽ അതിനു മുമ്പ് അവർ ആ ടീച്ചർ ഇഷ്ടപ്പെടണം. അതും ശരിയാ. ഇനി നീ എങ്ങോട്ടാ? എനിക്ക് ലൈബ്രറിയിലൊന്നും കയറണം. എങ്കിൽ എൻ്റെ കൂടെ പോരും, ഞാൻ ഡ്രോപ്പ് ചെയ്യും. നീ എവിടേക്കാ? സിനിമയ്ക്ക്. ഏത് സിനിമയ്ക്ക്? ഇംഗ്ലീഷ് സിനിമയ്ക്ക്. ആ സിനിമയ്ക്ക് പേരില്ല? പേരില്ല. ഇതിലും ഭേദം ജയിലിൽ താമസിക്കുന്ന മേരിക്കുട്ടി വന്നേ. ശരി ഫാദർ. പിന്നെ വിളഞ്ഞ മിത്ത, നീ ബൈക്കിന്റെ പുറകിലിരിക്കുമ്പോ സൂക്ഷിച്ചിരുന്നോ? നാളത്തെ പോലീസുകാരിയാണോ ചോ? ഓട്ടോ ട്യൂൺ ചെയ്താൽ നമ്മുടെ വോയിസ് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല്ലേ? പിന്നെ ജിംഗിൾ ഇട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. ഈ സിനിമ നടന്മാരൊക്കെ പിന്നെ എങ്ങനെയാ പാടുന്നത്? ഇനി എത്ര നാൾ മരുന്ന് കഴിക്കണം മേരിക്കുട്ടിക്ക് ശരിക്കുള്ള ഫീമെയിൽ സൗണ്ട് കിട്ടാൻ? അതിനൊക്കെ വർഷങ്ങൾ എടുക്കുവായിരുന്നു. പോലീസ് നിർത്തേ ഇവിടെ മാറ്റി നിർത്തരാ. ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. എട്. സാറിനെ പോയി കാണും, ഇതാ അവിടെ ഉണ്ട് സാർ. പോടാ പോടാ. അയ്യോ 500 മതി സാറേ, നാളെ പിള്ളേർക്ക് ഫീസ് അടക്കാനുള്ളതാ. ഇതിന് റോഡിലിറങ്ങാതിരിക്കും കാണണോ? അയ്യോ വേണ്ട സാറേ. അവിടെ സാറേ ഇത് അങ്ങോട്ട് പൊക്കോ. സാറേ ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ശരിയല്ല. അവൻ്റെ ഒന്നും ശരിയല്ലല്ലോ, എടുത്താടാ. എന്തായിപ്പാ അഞ്ചാമരോ? തേനീച്ച കൂടാന്നാ തോന്നുന്നു സാറേ. മുടി വെട്ടാത്തോണ്ടാ സാറേ, ഒരു സ്റ്റൈലിൽ അങ്ങനെ പിടിച്ചു പോയത്. നല്ലതാ മോനെ, ഒരു 500 രൂപ പെറ്റി അടിച്ചിട്ട് അങ്ങ് പോക്കോ. മുടി വെട്ടാത്തോണ്ടാണ് സാർ. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് വലിയ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, അടച്ചിട്ട് പോടാ. നിന്റെ വീട് എവിടെ? ഞാൻ വിഷൻ FM ആർജാണ് സാർ, RJ ആൽവിൻ ഹെൻറി. നീയാണോ ആൽവിൻ? അപ്പോൾ ഒരു 1000 എഴുതാം സാറേ പ്ലീസ്. നാട്ടുകാർക്ക് നീ ചെയ്യുന്ന ദ്രോഹത്തിനെ ഇത് അത്യാവശ്യമാണ്. സത്യമായിട്ട് എൻ്റെ അത്ര കാശില്ല സാർ. അച്ഛൻപട്ടം പഠിക്കാൻ പോയതാ. പഠിച്ചു വന്നപ്പം ഇഷ്ടം മ്യൂസിക്കിനോടായി, അതോടെ പഠിത്തം നിർത്തി. ഇവിടെ പലയിടത്തും മ്യൂസിക്കിൽ ജോലി ട്രൈ ചെയ്തു. ഒന്നും ശരിയാവാത്തപ്പോൾ അച്ഛൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. സാലറിക്ക് വളരെ കുറവാണ് സാർ. നിന്റെ ജീവചരിത്രം ഞാൻ ചോദിച്ചോ? ഇല്ല, ഞാൻ എൻ്റെ പ്രോബ്ലംസ് സാറിനോട് പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു ദിവസം ലീവ് എടുത്ത് വരാടാ നിന്റെ പ്രോബ്ലം കേൾക്കാൻ. മൊബൈലുണ്ട്, ഇവനൊന്ന് നോക്കിയോണേ. പറയാതെ പൈസ കൊടുത്തിട്ട് പോടാ. പറഞ്ഞില്ലേ സാർ, സാലറി വളരെ കുറവാണ്. കണ്ടിട്ട് പോലില്ല സാർ. 1000 അല്ലെങ്കിൽ 500 കൊടുത്തിട്ട് പോ. സത്യമായിട്ട് പെട്രോൾ അടിക്കാൻ 50 രൂപ ഇല്ല. ഇവരെന്താ ചെയ്യേണ്ടത് സാറേ? അവൻ്റെ ഉണ്ടാവുള്ളൂ. എന്താടാ സാർ, അതിൻ്റെ ചീപ്പാണ്. പോക്കറ്റില്ല സാർ. എടോ അവനൊന്ന് കാര്യമായിട്ട് നോക്കി. എന്നാ പിന്നെ സ്റ്റേഷനിലൊക്കെ പോയിട്ട് പോവാം. എന്തോടെ ഒരു വീഡിയോ പിടുത്തം? വന്നേ, നിനക്കന്ന് ചെവി കേട്ടൂടെ? വാടി. ഇതവളല്ലോ, കൊള്ളാലോടാ. ഇതെന്താ സ്പോഞ്ചാ? ഇപ്പൊ ഇതുപോലെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് സാറേ. രാത്രി മറ്റേ പരിപാടി, ഇപ്പൊ അതാ പകലും തുടങ്ങി. മൈൻഡ് യുവർ ലാംഗ്വേജ് സർ. ഭയങ്കര ഇംഗ്ലീഷ്. റേറ്റ് അല്പം കൂടും അല്ലേ സാർ? 500 സാർ. ഇപ്പൊ ഈ കാശ് എവിടെ നിന്ന് വന്നടാ? ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ? ഇവിടെ കൊണ്ടുപോകണ വഴിയാണോ? എനിക്കെന്റെ ചേച്ചിയെ പോലെയാണ്. ചേച്ചിയോ? ഈ മുതൽ നിനക്ക് കൂടെ കൊണ്ടെടുക്കാൻ നാണാവില്ലടാ. പണ്ട് നാണക്കേട് തോന്നിയിരുന്നു സാർ, പിന്നെ മേരി ചേച്ചി മനസ്സിലായപ്പം അതില്ലാതായി. അത്രയ്ക്കൊക്കെ നീ മനസ്സിലാക്കിയോ? തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണോ സാറേ?
അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല നമ്പർ പ്ലേറ്റിന്റെ ഫോർമാറ്റ് വാലിഡ് ആണ്. എന്ന് ആര് പറഞ്ഞടി? നിയമം സാറിന് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോവർ സാറിന്റെ ഈ ജീപ്പിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. സാറാണെങ്കിൽ സിവിൽ ഡ്രസ്സിൽ. ഇതൊന്നും ഡിപ്പാർട്ട്മെന്റ് റൂൾസ് വയലേഷൻ അല്ലേ? ഇവിടെ നിയമമൊക്കെ പഠിച്ചതാണല്ലോ ഇപ്പൊ. ആ മൊബൈലും ചെക്ക് ചെയ്യണം സാർ. ഫേസ്ബുക്കിലിടാനായിരിക്കും. പിന്നെ എന്തിനത്? തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, തിരുത്താൻ. അപ്പൊ തിരുത്തൽവാദികളാണ്. ഇന്നത്തേക്കുള്ളതായല്ലേ ഇപ്പൊ? ആ അത്യാവശ്യത്തിന്. അപ്പൊ രണ്ടിനെയും പൊതിഞ്ഞ് വണ്ടി കയറ്റി തരും. ഇവിടെ നമുക്ക് കുറച്ച് നിയമം പഠിപ്പിച്ചു തരും. നമ്മളും പഠിപ്പിച്ചു തരാം കുറച്ച് നിയമം. വണ്ടി കയറാ. സാർ ഞാൻ ഫാദറിനെ ഒന്ന് വിളിച്ചോട്ടെ? ഫാദർ ഒന്ന് എന്നെ മുക്കി കയറ്റുമോ? ആ ഫോൺ അവിടെ വെക്കടാ. വെക്കടാ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒഫൻസ്. ഡിസോബീഡിയൻസ് ഓഫ് ഓർഡേഴ്സ്, റിഫ്യൂസൽ ഓഫ് ഇൻഫർമേഷൻ, സെക്ഷൻ 179(1) ആൻഡ് 179(2). പിഴ 1000. സാറേ പേടിക്കണ്ട, തീർന്നില്ല. സെക്ഷൻ 198(2) ഡ്രൈവിംഗ് വെഹിക്കിൾ ഇൻ അൺസേഫ് കണ്ടീഷൻ വയലേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് റോഡ് സേഫ്റ്റി. വീണ്ടും പിഴ 1000. അയ്യോ സാർ. പിന്നെ 83, 84, 89, 177 എല്ലാ സെക്ഷനും കൂടി ചേർത്ത് ഒരു 8500 അടച്ചിട്ട് വണ്ടി ഇവിടെ നിർത്തുണ്ടാക്കും. സോറി സാർ, സോറി. ഇതാണ് നിയമം. മനസ്സിലായോടാ? നിയമത്തെ സാറിന് വേണമെങ്കിൽ ഇങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ഇതല്ല നിയമം. നീ എന്താ വക്കീലാണോടി? ഇതോ വക്കീലോ? നന്നായിരിക്കും. ഞാൻ SI സെലക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. SI പോലീസാ? അത് കേട്ടോടാ. ലോകം അവസാനിക്കാൻ പോവാന്ന് തോന്നുന്നു സാറേ. ഇമാതിരി സാധനങ്ങളൊന്നും നമ്മൾ ഫോഴ്സിൽ എടുക്കൂലടി. ഈ ടൈപ്പ് സാധനങ്ങളെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്നതും പോലീസാണല്ലോ. അപ്പൊ എന്നെ പോലൊരാൾ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? ഐ വോണ്ട് ടു സെറ്റ് ആൻ എക്സാമ്പിൾ. സർ, മാസാവസാനമുള്ള ഈ വട്ടപ്പിരിവ് നിർത്താൻ എത്ര പ്രാവശ്യം പറഞ്ഞോടോ? കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ്? അവിടെ നാട്ടുകാരിൽ ആരോ ഒരാൾ വീഡിയോ എടുത്ത് കൺട്രോൾ റൂമിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചിട്ടുണ്ട്. സിവിൽ ഡ്രസ്സിലാണോ താൻ ഡ്യൂട്ടി ചെയ്യുന്നത്? നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പോലീസ് ജീപ്പും. സംഭവം DGPക്ക് പോയിട്ടുണ്ട്. താൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ പച്ചക്കാ. ഇപ്പൊ തന്നെ തനിക്കെതിരെ ആവശ്യത്തിനധികം കംപ്ലൈൻസ് ഉണ്ട്. ഒരു സസ്പെൻഷനെ ഇതുകൂടി മതിയാവും. കംപ്ലൈന്റ് ചെയ്ത ആളുടെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് സോറി പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ നോക്ക്. ഞാൻ നോക്കിക്കോളാം സാർ, അവരിവിടെ തന്നെ ഉണ്ട്. ഞാൻ ആ വീഡിയോ പുറത്തു വരാതെ ശ്രദ്ധിച്ചോളാം. സോറി സാർ.